ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സെൻഡ് ചെയ്ത കുറച്ച് നല്ല കമൻസും കുറച്ച് ഫോട്ടോസുമാണ്. എടുത്തു പറയാനുള്ളത്, എൻ്റെ ഒരു ഫ്രണ്ടായ ആനി എനിക്ക് അയച്ചു തന്ന രസം, റേഷൻ അരി കൊണ്ടുള്ള ടൊമാറ്റോ റൈസ്, റവ ബ്രെഡ് ടോസ്റ്റ്, ഉള്ളിവട, റവ കേക്ക്, ഓട്സ് കഞ്ഞി, പിന്നെ എൻ്റെ ഒരു FB ഫ്രണ്ടായ ചാർമിയ ജോർജ് അയച്ചു തന്ന പാവയ്ക്ക പച്ചടി, ചീര പരിപ്പ് കറി, പിന്നെ ഒരു വികാസ് കണ്ണൂർ അയച്ചു തന്ന ഗാർലിക് രസം. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ അയച്ചാൽ എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് പറയണം. ഇനി ബാക്കി ഫോട്ടോസൊക്കെ അടുത്ത വീഡിയോക്ക് മുൻപ് നമുക്ക് ഇതേപോലെ കാണാം. ഇപ്പോൾ ഫോട്ടോസൊക്കെ അയച്ചാൽ എല്ലാവർക്കും എൻ്റെ സ്പെഷ്യൽ താങ്ക്സ്. ഇനിയും തുടർന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമുക്കൊരു 4 മണി പലഹാരമോ അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഒരു ബജ്ജിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു കായ വെച്ചിട്ടാണ് ചെയ്യുന്നത്, പച്ചക്കായ. അത് ഏത്തക്കായല്ല, നമ്മൾക്ക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ചെറിയ മൊന്തങ്കായ അല്ലെങ്കിൽ പാണ്ടിക്കായ എന്നൊക്കെ പറയും. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു മുട്ട ബജ്ജി, അതുപോലെ തന്നെ പൊട്ടറ്റോ ബജ്ജി, കോളിഫ്ലവർ ബജ്ജി, അങ്ങനെ കുറേയധികം ബജ്ജിയുടെയൊക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ബജ്ജി ഉണ്ടാക്കാൻ തുടങ്ങാം. ബജ്ജി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ സൈസിലുള്ള 2 മുന്തൻകായാണ്. ഈ 2 കായ കൊണ്ട് ബജ്ജി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 4 പേർക്ക് കഴിക്കാനുള്ള ബജ്ജി കാണും. ഇനി നമുക്ക് ബജ്ജി മുക്കി വറുക്കാനുള്ള ബാറ്റർ റെഡിയാക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. അരിപ്പൊടി കുറച്ച് തരിയുള്ള പുട്ടുപൊടി എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. മുളക് പൊടി നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർക്കുമ്പോഴത്തേക്കും ബജിക്കൊരു നല്ല ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ഇനി സ്പൂൺ കൊണ്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്കൊരു 4 വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. വെളുത്തുള്ളി കൂടി ചേർക്കുമ്പോഴത്തേക്കും ബജിക്ക് നല്ല ടേസ്റ്റാണ്. ഇനി മാവിലേക്ക് വെള്ളം കുറേശ്ശെ ചേർത്ത് കട്ടയില്ലാതെ കലക്കിയെടുക്കണം. വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം തന്നെ കുറേ വെള്ളമൊന്നും ഒഴിക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടയില്ലാതെ നന്നായിട്ട് കലക്കിയെടുക്കണം. മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ കൂടുതൽ വെള്ളം പോലെ ആയി പോകാനും പാടില്ല, കൂടുതൽ തിക്കായി പോകാനും പാടില്ല. അതിനിടയിലുള്ള പാകത്തിൽ വേണം കലക്കിയെടുക്കാനായിട്ട്. കൂടുതൽ വെള്ളം പോലെ ആയിട്ടുണ്ടെങ്കിൽ കായയിലൊന്നും മാവ് ശരിക്കും പിടിച്ചു കിട്ടില്ല. ഇപ്പോൾ മാവ് ഈ കാണുന്ന പോലെ നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഈ പാകത്തിന് വേണം നമ്മൾ കലക്കി എടുക്കാനായിട്ട്. ഒരു മെയിൻ സംഭവം നമ്മൾ ചേർക്കാൻ മറന്നു പോയിട്ടുണ്ട്, ഉപ്പുപൊടി. ഇപ്പം എല്ലാവർക്കും പറ്റുന്ന അബദ്ധമാണല്ലോ. നമുക്ക് ഉപ്പുപൊടി ഇനി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കണം. കാരണം കായലൊന്നും നമ്മൾ ഉപ്പ് പറ്റാത്തതാണ്. അപ്പോൾ ഇതിന് കുറച്ച് ഉപ്പുണ്ടെങ്കിൽ കായലൊക്കെ ഉപ്പ് പിടിച്ച് കിട്ടുകയുള്ളൂ. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പെല്ലാം നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. മാവ് കൂടുതൽ തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ ലേശം വെള്ളം കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ കട്ടിയായി പോകാനും പാടില്ല. കൂടുതൽ കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ ബജ്ജി ഭയങ്കര കട്ടിയായിരിക്കും പുറമൊക്കെ. ഇനി മാവിലേക്ക് 2 നുള്ളു സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. സോഡാപ്പൊടി ഞാൻ ചേർക്കുന്ന പാകം വീഡിയോയിൽ വന്നിട്ടില്ല. സോഡാപ്പൊടി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ സോഡാപ്പൊടി ചേർക്കുമ്പോഴത്തേക്കും ബജ്ജി കുറച്ച് ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടും. ഇനി നമുക്ക് കായയുടെ പുറംതൊലി ഒന്ന് ചെത്തിക്കളയണം. ഇനി കായ നല്ല നേരിയ കഷ്ണങ്ങളായിട്ട് നീളത്തിൽ മുറിച്ചെടുക്കണം. മുറിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതുപോലെ നല്ല നേരിയതായിട്ട് തന്നെ മുറിച്ചെടുക്കണം. കായ കൂടുതൽ കനത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വറുക്കുന്ന സമയത്ത് നല്ല പാകത്തിന് വെന്ത് കിട്ടില്ല. അതുകൊണ്ട് ഇതുപോലെ തന്നെ മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ബജ്ജി ഉണ്ടാക്കാനായിട്ട് പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് കായ കഷ്ണങ്ങൾ ഇതുപോലെ ഇട്ടതിന് ശേഷം 2 സൈഡ് നന്നായിട്ട് മുക്കിയെടുക്കണം. അതിനുശേഷം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 4 കഷ്ണം കായ വീതമിട്ട് നമുക്ക് വറുത്തെടുക്കാം. കായ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട്.
കൂടുതൽ ചൂടായി പോയിട്ടുണ്ടെങ്കിൽ ബജിയുടെ പുറമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും കായ പാകത്തിന് കുക്കായും കിട്ടില്ല. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം വെച്ച് വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു സൈഡ് മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിടാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചു വിട്ടത് പാകത്തിന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ബജി മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. പുറമെ ചെറിയൊരു ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി റെഡിയായ ബജി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള ബജിയെ നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബജിയെല്ലാം റെഡി ആയിട്ടുണ്ട്. റെഡിയായ ബജി ഞാനൊരു സർവിങ് ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ സോസുമായിട്ടാണ് കൂട്ടി കഴിക്കുന്നത്. സോസ് അല്ലെങ്കിൽ നമുക്ക് ചട്നിയോ ചമ്മന്തിയോ കൂട്ടി കഴിക്കാവുന്നതാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണിത്. വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നമുക്ക് വീട്ടിൽ 4 മണി പലഹാരമായിട്ടോ അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോഴോ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്